ഹലോ, ജെസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മക്രോണി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ ലേശം വെള്ളം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. മക്രോണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മക്രോണി ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വല്ലാണ്ട് ഉടഞ്ഞു പോകരുത്. ഇത് ഈ ഒരു പൗരകത്തിൽ നമ്മൾ ഊറ്റി മാറ്റി വെക്കാം. ഇനി നമുക്ക് മക്രോണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് ഉരുകി വരുമ്പോൾ ബട്ടർ ഒന്ന് ഉരുക്കി തുടങ്ങുമ്പോൾ നമുക്ക് 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ബട്ടർ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഒരു വലിയ സവാള എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി തന്നെയാണ് എടുത്തിരിക്കണേ. അതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റി. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ് വന്നാൽ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല. അത്രയും പൊടികൾ മതി നമുക്ക്. ഇനി ഇതിൻ്റെ ഒക്കെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമുക്കൊരു ചെറിയ പീസ് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞ് തരട്ടെ. ഇനി നമുക്ക് ഊറ്റി വെച്ചിരുന്ന മക്രോണി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളെല്ലാം ഇതിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂണല്ല, ഒരു ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂണ് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഒരു 2 ടീസ്പൂൺ മയോണൈസ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊന്നും ആരും ചെയ്ത് കാണില്ല, പക്ഷേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് നോക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. എന്നിട്ട് വേണം ഇത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചില്ലി ഫ്ലെക്സും മല്ലിയിലയും മുട്ട പൊഴിഞ്ഞിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൽ ചേർത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. നമുക്ക് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മുട്ട പൊഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. കുറച്ച് കറിവേപ്പില തൂവി കൊടുക്കാം. മക്രോണി ഇവിടെ റെഡി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് നമുക്ക് ഇളക്കി നോക്കാം. നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റാം.
അപ്പോൾ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി ഒരു ഡിഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. മയോണൈസും കെച്ചപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലാതെ തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരെ ബൈ.